ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീസസ് ലീവ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. മീനങ്ങാടി അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച്, മീനങ്ങാടി 54 കുമ്പളേരി റോഡിൽ സ്ഥിതി ചെയ്യുന്ന AG ചർച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത്. എൻ്റെ പേര് പാസ്റ്റർ KK മാത്യു. ഞാൻ ആ സഭയുടെ പാസ്റ്ററായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളോ ഏതെങ്കിലും നിലയിൽ ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന ആത്മീക സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അവിടെ നടക്കുന്ന ആത്മീക കൂട്ടായ്മകളിൽ വന്ന് സംബന്ധിക്കാവുന്നതുമാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിരന്തരമായി പ്രോഗ്രാം കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നെനിക്കറിയാം. പലരും തങ്ങളുടെ സന്തോഷം ഞാനുമായി പങ്കുവച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ടീം ഞങ്ങൾക്ക് അവിടെ ചർച്ചിലുണ്ട്. എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകട്ടെ. കരുണയുള്ള ഒരു പിതാവാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. ദൈവത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം സ്വർഗസ്ഥനായ പിതാവെന്നാണ്, കരുണയുള്ള ദൈവമെന്നാണ്, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസങ്ങളുടെയും ദൈവമെന്നാണ്. ഓരോ പരിചയപ്പെടുത്തലുകളും ദൈവത്തിന് നൽകിയിട്ടുള്ള വിശേഷിപ്പിച്ചിട്ടുള്ള പേരുകൾ ഓരോന്നും നമുക്കേറെ ആശ്വാസവും ധൈര്യവും നൽകുന്ന വചനങ്ങളാണ്. ഞാൻ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് മനസ്സലിയുന്ന ഒരു പിതാവ്, ഞാൻ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, ഞാൻ ഏകനായിരിക്കുമ്പോൾ കൂടെ വരുന്ന ഒരു ദൈവം, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ എന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം. മാത്രമല്ല വചനം പറയുന്നു, ദുഃഖത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സർവാശ്വാസങ്ങളുടെയും ദൈവം. ഈ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായി ആ ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവകൃപയിൽ ശരണപ്പെടാം. എൻ്റെ ശ്രോതാക്കൾ എല്ലാവരും ഈ സത്യദൈവത്തെ, ഈ നല്ല ദൈവത്തെ, ഈ സ്നേഹവാനായ ദൈവത്തെ, കരുണയും കൃപയുമുള്ള ഈ ദൈവത്തെ, ക്ഷമയും മനസ്സലിവുമുള്ള ഈ ദൈവത്തെ നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ ദൈവവുമായി ഏറ്റുകൊള്ളുവാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലെന്ന് വിളിക്കപ്പെടുന്നത് എത്ര വലിയ ഭാഗ്യമാണെന്നറിയാമോ? യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത് എത്ര വലിയ പദവിയാണ്, എത്ര വലിയ പദവിയാണ്. അത് ദൈവം നമുക്ക് തൻ്റെ സ്നേഹം പകർന്ന് ദൈവം ആ പദവിയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നല്ല ദൈവത്തെ രുചിച്ചറിയാൻ, അനുഭവിച്ചറിയാൻ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി മനുഷ്യ ജീവിതത്തിൽ നിശ്ചയമാണ് എന്ന് ദൈവം നമ്മെ തൻ്റെ വചനത്തിലൂടെ ഓർപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആ ചിന്ത തുടരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 58-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം, അതിനാധാരമായി ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 58:11 വചനം. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. മനുഷ്യർ പറയാൻ പോകുന്ന നിശ്ചയമായ 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യന് ബോധ്യം വരുന്ന, അതുകൊണ്ടാണല്ലോ അത് നിശ്ചയമായിരിക്കുന്നത്. മനുഷ്യൻ അനുഭവത്തിൽ നിന്ന് ഭാവി കാലത്ത് പറയാൻ പോകുന്ന, ഉറപ്പായി അവന് ബോധ്യം വരാൻ പോകുന്ന നിശ്ചയമായ 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നമ്മോട് പറയുന്നത്. ഒന്ന്, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചിട്ടും നീതിയുടെ പാതയിൽ സഞ്ചരിച്ചിട്ടും
നീതിരഹിതമായി ഒന്നും ചെയ്യാതെ പരമാർത്ഥതയിൽ പരമാവധി ജീവിക്കാൻ ശ്രമിച്ചിട്ടും അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുന്ന, തുച്ഛീകരിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കുടുംബമാണ് യേശുക്രിസ്തുവിൻ്റെ വഴികാട്ടിയായി ചരിത്രത്തിലേക്ക് വന്ന യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളുടെ ജീവിതം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ ലൂക്കോസ് 1:6. ഒരു പുരോഹിതനായിരുന്ന സക്കറിയാവ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത്, അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും പരമാർത്ഥമായി ജീവിച്ച ഒരു മനുഷ്യരാ, നിഷ്കളങ്കമായി ജീവിച്ച മനുഷ്യരാ, ദൈവത്തിൻ്റെ സകല കൽപ്പനകളോടും അങ്ങേയറ്റം കൂറു പുലർത്തിയ മനുഷ്യരാ, ഒരു കുറ്റമില്ലാതെ ജീവിച്ച മനുഷ്യരാ. ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹം സാമാന്യ ജനത്തിന് വളരെ നന്മയും ഉപകാരവും ചെയ്ത മനുഷ്യനാ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാ, ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, മധ്യസ്ഥത ചെയ്യുന്ന ഒരു പുരോഹിതൻ, തൻ്റെ കർത്തവ്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ. ആർക്കും ഒരാക്ഷേപവും പറയാനില്ലായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ന്യായമായ നിലയിൽ. പക്ഷേ ജനത്താൽ അദ്ദേഹം നിന്ദിക്കപ്പെട്ടു, ആളുകൾ അദ്ദേഹത്തെ തുച്ഛീകരിച്ചു. എങ്ങനെ തെളിവ്? ലൂക്കോസ് 1:25 എലിസബത്ത് തന്നെ അത് പറയുന്നുണ്ട്. ലൂക്കോസ് 1:25 മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ ദൈവം എന്നെ കടാക്ഷിച്ച നാളിൽ എനിക്കിങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് വാർദ്ധക്യത്തിൽ അവൾക്ക് ദൈവം നൽകിയ ഗർഭഫലത്തെ നോക്കി അവൾ പറഞ്ഞത്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ പരമാർത്ഥതയിൽ ജീവിക്കുന്ന മനുഷ്യരും നിന്ദിക്കപ്പെടാം, ദുഷിക്കപ്പെടാം, കാരണം കൂടാതെ ആളുകൾ നമ്മളെ വേദനിപ്പിച്ചെന്ന് വരാം. ആർക്കും ഇത് ദ്രോഹം ചെയ്യാതിരുന്നിട്ടും നമ്മെ വെറുതെ വിടാത്ത മനുഷ്യരില്ലേ? കള്ള് കുടിക്കാതിരിക്കുന്നത് കുറ്റമായിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കള്ള് കുടിക്കുന്നത് പ്രശ്നമാണെന്ന് പറയുന്നു, നമുക്കറിയാത്ത പ്രശ്നമാണ്. എന്നാൽ അതൊക്കെ നിർത്തി, മദ്യപാനമൊക്കെ നിർത്തി ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് വന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവവും ശാപവും വൃത്തികേടും പറഞ്ഞ് നടന്ന മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം പറയാനും ഒരു വേദപുസ്തകം കൈകൊണ്ടെടുക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങിയപ്പം അതിനും കുറ്റം പറയുന്ന മനുഷ്യർ. എന്തൊരു വൈരുദ്ധ്യമാണ് ഈ ലോകമല്ലേ? ഒരിക്കലൊരു രസികനായ ഒരു വേദ പ്രഭാഷകൻ പറഞ്ഞതുപോലെ ഒന്നും വയ്യാത്തൊരു ലോകത്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. ഒരാൾ 2 കൈയും ഫുൾ കൈ ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് നടന്ന ആളുകൾ, ഓ വലിയൊരു ഭക്തൻ വന്നിരിക്കുന്നു, വലിയൊരു വിശുദ്ധൻ വന്നിരിക്കുന്നു എന്ന് പറയും. എന്നാൽ 2 കൈയും അയാളെ കട്ട് ചെയ്ത് ഹാഫ് കൈ ആക്കിയാൽ പറയും, ഓ ചെയ്യുന്ന ശുശ്രൂഷയുടെ വില അറിയത്തില്ലാത്ത ഒരു ജഡീകൻ, കണ്ടോ ഒരു വലിയ മസിലൊക്കെ കാണിച്ച ജഡീകനായിട്ടാണ്. എന്നാൽ ഇത് രണ്ടും വേണ്ടാന്ന് വിചാരിച്ച് ഒരു കൈ നിവർത്തിയിട്ടും മറ്റേ കൈ മടക്കിയിട്ടും ഇരിക്കാന്ന് വെച്ചാൽ നമ്മൾ പറയും ഒരു വട്ടൻ, ഒരു ഭ്രാന്തൻ, കണ്ടോ. ഒന്നും വയ്യാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എത്ര നന്നായി ജീവിച്ചാലും കുറ്റം പറയും ആളുകൾ. നിങ്ങൾ എത്ര പരമാർത്ഥമായി ജീവിച്ചാലും അതിനകത്തും കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നു, അതൊക്കെ തൽക്കാലം മാറ്റിവെക്ക്. നിങ്ങൾ പരമാർത്ഥതയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നീതിമാനായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആരൊക്കെ പരിഹസിച്ചാലും ഉപദ്രവിച്ചാലും നിന്ദിച്ചാലും കുറ്റം പറഞ്ഞാലും നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന വചനത്തിൻ്റെ സത്യങ്ങളോട് നീതി പുലർത്തുന്ന ഒരു നീതിമാനാണ് ദൈവസന്നിധിയിൽ നിങ്ങളെങ്കിൽ, വചനം പറയുന്നു നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. അത് പറയാൻ എനിക്ക് ആവേശമുണ്ട് സ്നേഹിതരെ. ലോകന് വിലയിരുത്തുന്ന പോലെയൊന്നുമല്ല ദൈവം നമ്മളെ കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ അറിയുന്നു. പരമാർത്ഥതയിൽ നിങ്ങൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ജീവനുള്ള ദൈവവുമായി നിങ്ങൾക്കൊരു സജീവ ബന്ധമുണ്ടെങ്കിൽ, ദൈവവചനത്തോട് നിങ്ങൾ നീതി പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പാക്കിക്കൊള്ളുക, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. പ്രതിഫലമുണ്ട് നിശ്ചയം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തൊരു വാഗ്ദത്തമുണ്ട്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായും തീരും. വിശുദ്ധ വചനത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നീ പരമാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുമെങ്കിൽ, ദൈവത്തെ സേവിക്കുമെങ്കിൽ ഒരു പ്രതിഫലം ഉണ്ടാകാതെ വരികയില്ല. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ
2 നേഴ്സുമാരുടെ പേരും ചരിത്രവും എഴുതിയിട്ടുണ്ട്. ഷിപ്ര എന്നും പൂവ എന്നുമാണ് അവരുടെ പേരുകൾ. 2 എബ്രായ സൂതികർമ്മിണികൾ, എബ്രായ നേഴ്സുമാർ. ഫറവോ രാജാവ് ഒരിക്കൽ അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എബ്രായരുടെ വീട്ടിൽ, ഇസ്രായേല്യരുടെ വീട്ടിൽ ഏതൊക്കെ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുഞ്ഞുങ്ങളുണ്ടോ അവരെയെല്ലാം നിങ്ങൾ കൊന്നുകളയണം. ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നതിന് ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരാം. ഒത്തിരി ന്യായങ്ങൾ വേണമെങ്കിൽ ഈ നേഴ്സുമാർക്ക് പറയാനുണ്ട്. അത് ഞങ്ങളുടെ ജോലിയാണെന്ന്, അല്ലെങ്കിൽ അത് രാജാവിൻ്റെ കൽപ്പനയാണെന്ന്, ഞങ്ങളുടെ ശമ്പളത്തോട് കൂറ് പുലർത്തണമെന്ന്. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പല ന്യായത്തെയും ഇന്ന് ന്യായീകരിക്കുന്നത്. പക്ഷേ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ രാജാവ് പറഞ്ഞതുപോലെ ചെയ്യാതെ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവർ ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. രാജാവ് അത് കേട്ടു. രാജാവ് അവരെ വിളിച്ചു ചോദ്യം ചെയ്യുന്നവരെ തർജ്ജനം ചെയ്യുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു വചനമുണ്ട്, അവർ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവർക്ക് കുടുംബവർദ്ധനവ് നൽകി. മറ്റൊരുത്തൻ്റെ തലമുറയ്ക്ക് ദോഷം ചെയ്യാൻ എൻ്റെ കൈ ഉയരില്ലെന്ന് നീ തീരുമാനിച്ചാൽ, എൻ്റെ വാഗൊണ്ട് ഞാൻ വേറൊരുവന് ദ്രോഹം വരുന്നത് സംസാരിക്കില്ലെന്ന്, സൽപ്പേരിന് കളങ്കം വരുത്തുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് നീ തീരുമാനിച്ചാൽ, ഇതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ രാജാവ് പണങ്ങിയേക്കാം, അധികാരികൾ പണങ്ങിയേക്കാം, മേലധ്യക്ഷന്മാർ വിരോധമായേക്കാം. അതൊന്നും ഇവിടെ നമ്മുടെ വിഷയമല്ല. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, വേദപുസ്തകം നമുക്ക് നൽകുന്ന ഉറപ്പ്, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് ഇരുട്ടിലും വെളിച്ചമുദിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇത് നിശ്ചയമായൊരു സത്യമാണ്. വചനം നമ്മോട് പറയുന്നു. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതല്ല. ഞാൻ ഒരു തെളിവ് കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യിരെമ്യാവിൻ്റെ പ്രവചനം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം. The book of Jeremiah, chapter 15, verse 11. 15-ന്റെ 11-ാം വാക്യം. യഹോവ അരുളി ചെയ്തത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. നിങ്ങൾ ശ്രദ്ധിക്കണം. യിരെമ്യാവിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. ഞാനിപ്പോൾ പറഞ്ഞ വാക്യത്തിൻ്റെ പശ്ചാത്തലവുമായി ബന്ധമുള്ളൊരു വചനമാണത്. കാരണം യിരെമ്യാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, വളരെ പവിത്രമായി ജീവിച്ച ഒരു മനുഷ്യനാണ്. ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തൊരു മനുഷ്യൻ. പക്ഷേ ധാരാളം ആളുകൾ അദ്ദേഹത്തിന് വിരോധികളായി മാറി, ശത്രുക്കളായി മാറി. 11-ാം വാക്യം, ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ അപമാനവും പരാജയവും കാണുവാൻ കാത്തിരുന്ന ആളുകളുണ്ട്. ദൈവം പറയുന്നു, നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം. ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ മാനിക്കുന്ന, ദൈവവചനത്തെ പ്രമാണിക്കുന്നവൻ ആരൊക്കെ വിരോധിച്ചാലും എതിർത്താലും ഉപദ്രവിച്ചാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. ദൈവത്തിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് തന്നിരിക്കുക. യിരെമ്യാവിൻ്റെ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. 15-ാം അധ്യായം 10-ാം വാക്യം. ഒരു ദോഷവും ആർക്കും ചെയ്യാതിരുന്നിട്ടും സർവ്വദേശത്തിനും കലഹക്കാരനും വിവാദക്കാരനുമായിരിക്കുന്നു ഒരു മനുഷ്യനെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. കാരണം കൂടാതെ ശാപമേൽക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം പറയുന്നു 10-ാം വാക്യം, ഞാൻ ആർക്കും പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, ആരും എനിക്ക് പലിശ തന്നിട്ടുമില്ല, എന്നിട്ടും അവരെല്ലാവരും എന്നെ ശപിക്കുന്നു. ഒരു തെറ്റ് ചെയ്തിട്ട് ആളുകൾ അപവാദം പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദോഷം ചെയ്തിട്ട് തിന്മ സഹിക്കേണ്ടി വന്നാൽ, ദോഷം പ്രവർത്തിച്ചിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നാൽ അതിനകത്തൊരു യുക്തിയുണ്ട്. പക്ഷെ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കേണ്ടി വന്നാലോ? അതാണിപ്പോൾ യിരെമ്യാവിന് സംഭവിച്ചത്. അവൻ പറയുകയാണ്, ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല, ആരുടെയും പലിശ എൻ്റെ കയ്യിലില്ല. എന്ന് പറഞ്ഞാൽ അന്യായമായ ഒരു സമ്പത്തും, എൻ്റെ കയ്യെ കളങ്കപ്പെടുത്തുന്ന ഒരു വരുമാനവും എൻ്റെ പക്കലില്ല. പക്ഷേ ഞാൻ എന്നിട്ടും ആളുകളാൽ ശപിക്കപ്പെടുകയാണ്. ഇനി അതിൻ്റെ 17-ാം വാക്യം, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നുല്ലസിച്ചിട്ടില്ല, നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധിയും വേർപാടും പാലിച്ച ഒരു മനുഷ്യൻ. ആഭാസന്മാരുടെ കൂടെ ഇരുന്ന്, പരിഹാസികളുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം.
ക്ലബ്ബുകളിലും ബാറുകളിലും നൃത്തശാലകളിലും ജീവിതം തളച്ചിട്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. രമ്യ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഒരു വിശുദ്ധന് ചേരാത്ത ഒരിടത്തും, ഒരു ദൈവ പൈതലിന് ചേരാത്ത ഒരിടത്തും, ഒരു പ്രവാചകന് പറ്റാത്തതൊന്നും ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. അശുദ്ധമായ ഒരിടത്തും ഒരു പങ്കാളിത്തം എനിക്ക് ഉണ്ടായിട്ടില്ല. അതായിരുന്നു അവൻ്റെ പ്രാഗൽഭ്യം. എന്നിട്ടും ആളുകൾ അവനെ പരിഹസിക്കുകയും ശപിക്കുകയും ചെയ്യുന്നു. ഇനി 15-15 വാക്യം, യഹോവേ നീ അറിയുന്നു, എന്നെ ഓർത്ത് സന്ദർശിക്കണമേ, നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് ഓർക്കണമേ. നോക്കണം, എന്തുകൊണ്ട് ആളുകൾ അവനെ നിന്ദിക്കുന്നത്? ദൈവത്തിൻ്റെ പേരിൽ. ഇന്നും അങ്ങനെയല്ലേ ആളുകളെ? മദ്യപിച്ച് വഴി കിടന്നാൽ ഒരുത്തനും പ്രശ്നമില്ല, എന്നാ തമാടിത്തം കാണിച്ചാലും ഒരു കുഴപ്പമില്ല. ഏതാഭാസം കാണിക്കുന്നവനെ ആളുകൾ ചിരിച്ചു പോകും. പക്ഷെ ആ മനുഷ്യൻ അതൊക്കെ നിർത്തി മാനസാന്തര ജീവിതത്തിലേക്ക് വന്നു നോക്കണം, ദൈവമായുള്ളൊരു ബന്ധത്തിലേക്ക് വന്നു നോക്കണം, എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുന്നു എന്ന് അറിഞ്ഞു നോക്കണം. ഈ വഴി കിടന്നവനെ പട്ടിയും നക്കി നാട്ടുകാരുടെ കൺമുമ്പിൽ കോമാളിയായി നടന്ന് മക്കൾക്ക് അപമാനവും വേദനയും നിന്ദയുമായി ജീവിച്ച മനുഷ്യൻ ആരെങ്കിലും ഉപദേശിച്ച് ദൈവവചനമൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് വന്നാൽ ദൈവത്തെ സേവിച്ചതിന്റെ പേരിലും അവൻ നിന്നെ അനുഭവിക്കും. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം. ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു ചന്തയിൽ ചെന്നു. പ്രായമുള്ള ഒരു മനുഷ്യൻ, മരിച്ചുപോയി അദ്ദേഹം. മണ്ടൻമേട് ചാക്കോച്ചൻ എന്ന വിശ്വാസ ലോകത്തെ ഒത്തിരി ആളുകൾ അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു. അഭ്യാസിയായൊരു മനുഷ്യനായിരുന്നു. എല്ലാ അഭ്യാസവും പഠിച്ച, അടിതടവുകളൊക്കെ പഠിച്ച ഒരു മനുഷ്യൻ. യേശുവിനെ സേവിക്കാൻ തുടങ്ങി. സുവിശേഷത്തിന് ഒരു സാക്ഷിയായി അദ്ദേഹം മാറി. ഒരിക്കലും ഒരു ചന്തയിൽ ചെന്ന് അദ്ദേഹം തലകുത്തി നിൽക്കുകയാണ്. തലകുത്തി നിൽക്കുന്നു. ഇപ്പൊ എല്ലാ ആളുകൾ ഓടി വന്നു. ധാരാളം ആളുകൾ ചുറ്റും വന്ന് നിന്നു. കുറെ നേരം അങ്ങനെ നിന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് സാധാ കാലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം. നേരെ ഒരുത്തൻ നിന്നാൽ ആരും ശ്രദ്ധിക്കുകയില്ല. നേരെ നടക്കുന്നവനെ ലോകത്തിന് കാണണ്ട, തലകുത്തി നിൽക്കുന്നവനെ ആളുകൾക്ക് കണ്ടാൽ മതി. ഒരു പാഠം അദ്ദേഹം ലോകത്തോട് പറയുമായിരുന്നു. സ്നേഹിതരെ, ഇതല്ല ഇന്നത്തെ പ്രശ്നം. മാന്യമായിട്ടൊരു സമൂഹത്തിൽ ജീവിക്കുന്നവനെ ആര് പരിഗണിക്കുന്നു? അവൻ എന്തു വിലയല്ലേ? കള്ളും കുടിച്ച് ചട്ടം പിത്തരവും കാണിച്ച് എല്ലാ അരുതായ്മകളിലും ഇടപെടുന്നവൻ നാട്ടിലെ മിടുക്കനായിട്ട്, അല്ല അവനെ അനുഗമിക്കാനാണല്ലോ ഇവിടെ കൂടുതൽ ആളുകൾ. ഇവിടുത്തെ യൗവനക്കാർക്കൊക്കെ മോറൽ ലൈഫുള്ള ആളുകളെ പിൻപറ്റുന്നതിനേക്കാൾ ഇഷ്ടം ചട്ടം പിത്തരം കാണിക്കുന്നവനെ, ഉണ്ടായിഷം നടത്തുന്നവനെ, എല്ലാം അടിച്ചൊതുക്കുന്നവനെ. ഇതൊക്കെയാണല്ലോ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രശ്നം. ദൈവത്തെ സേവിച്ച കാരണത്താൽ യിരെമ്യാവ് ദുഷിക്കപ്പെടുകയാണ്, നിന്ദിക്കപ്പെടുകയാണ്. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം, എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമമായിരിക്കുന്നത് എന്ത്? മുറിവും വേദനയും സുവിശേഷ വിരോധികളാൽ എത്രയോ വട്ടോ മനുഷ്യനെ ആളുകൾ മൃഗീയമായി ഉപദ്രവിച്ചെന്നറിയാമോ? ചെളിക്കുണ്ടിൽ അദ്ദേഹത്തെ എടുത്തിട്ടു, പൊട്ടക്കിണറ്റിലെടുത്തിട്ടു, മരിക്കാൻ അദ്ദേഹത്തിന് വെള്ളവും അപ്പവും കൊടുക്കാതെ ഞെരുക്കത്തിൻ്റെ അപ്പം കൊടുത്ത് അദ്ദേഹത്തെ പോഷിപ്പിച്ചു. ഒത്തിരി മുറിവുകളും വേദനകളും ബാഹ്യമായും ആന്തരികമായും ഏറ്റ ഈ മനുഷ്യൻ. പക്ഷെ ദൈവവനോട് പറയുന്ന വചനം ശ്രദ്ധിക്കുക, എൻ്റെ നിമിത്തം ലോകം നിങ്ങളെ പഴിച്ചാൽ, ലോകം നിങ്ങളെ നിന്ദിച്ചാൽ, ലോകം നിന്നെ ഉപദ്രവിച്ചാൽ നിരാശപ്പെടേണ്ട, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. എന്നെ കേൾക്കുന്ന പ്രിയരെ, വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒത്തിരി നിന്ന സഹിക്കുന്ന, അപമാനം സഹിക്കുന്ന, വേദന സഹിക്കുന്ന, പഴികളും ദുഷികളും ഇന്നും കേൾക്കുന്ന ചിലരെന്നെ കേൾക്കുന്നുണ്ട്. നിരാശപ്പെടരുത്, പിടിച്ചു നിൽക്കുക. നന്മയ്ക്കായി നിന്നെ രക്ഷിക്കും നിശ്ചയം. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നീതിമാന് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം, തർക്കമില്ല. ഇനി 58-ാം സങ്കീർത്തനത്തിൽ വായിച്ച വാക്യം ഒന്നുകൂടെ പരാമർശിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 2 കാര്യമാണ് അവിടെ നിശ്ചയമായി പറയുന്നു. 1, നീതിമാന് പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. 2, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം. നന്നായി വിശദീകരിക്കേണ്ട ഒരു വേദഭാഗമാണത്. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. സ്നേഹിത, ഇവിടുത്തെ നീതിന്യായ കോടതികളെയൊക്കെ ഒരുപക്ഷെ പലർക്കും വിലക്കെടുക്കാൻ കഴിഞ്ഞേക്കാം. എത്രയെത്ര ന്യായാധിപന്മാർ പോലും നീതിന്യായ കോടതികളുടെ അപജയങ്ങളെക്കുറിച്ച് ലോകത്തോട് പറയേണ്ടി വന്നിട്ടില്ലേ? നീതിയുള്ള വിധികൾ ലഭിച്ചില്ലെന്ന് വരാം. നീതി
വീതിയിൽ നിഷേധിക്കപ്പെട്ടു എന്ന് വരാം, ചവിട്ടി മിതിക്കപ്പെട്ടു എന്ന് വരാം. എല്ലാ വിധികളും നീതിയുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കീഴ്ക്കോടതിയുടെ വിധികളെ മേൽക്കോടതികൾ തിരുത്തേണ്ടി വരുന്നത്. സ്നേഹിതരെ, ഒരുപക്ഷെ ഏത് വലിയ മേൽക്കോടതിയിലും നീതിയും ന്യായവും നടക്കാതെ വന്നേക്കാം. പക്ഷേ അറിയണം, ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏതൊക്കെ കോടതികളിൽ ഇവിടെ നിന്റെ സാമർഥ്യം കൊണ്ട് ശിക്ഷയിൽ നിന്ന് ഊരിപ്പോയാലും, ശിക്ഷിക്കപ്പെടാതെ പോയാലും, അതുകൊണ്ട് ഞാൻ മിടുക്കനാണെന്ന് നെഞ്ചുവിരിച്ച് നടക്കുമ്പോഴും അറിയണം, മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സകല ചെയ്തികളെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ജീവിതത്തിൻ്റെ മേൽ ന്യായവും കണക്കും ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയം. എബ്രായ ലേഖനം 9:27, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അത് നിയമിച്ചിരിക്കുന്നു. വേദപുസ്തകം നമ്മോട് പറയുന്ന ഈ സത്യം നിങ്ങൾ അറിയാതെ പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 5:22-27 വാക്യങ്ങൾ, ന്യായവിധി നടത്താൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. ഒരിക്കൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് മനുഷ്യന്റെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും മരണത്തെ ജയിച്ച് ജീവിക്കുന്ന ക്രിസ്തുവിനെ ഏതൊരു മനുഷ്യൻ നിരാകരിക്കുന്നുവോ, പാപവഴികളിൽ ജീവിക്കുന്നുവോ, നീതിരഹിതമായി ജീവിക്കുന്നുവോ, നീതിയുള്ള ആ ന്യായാധിപതി ഇന്നവൻ രക്ഷകനാണെങ്കിൽ അവൻ ന്യായാധിപതിയായി വരാൻ പോവുകയാണ്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 17:31 നമ്മൾ വായിക്കുന്നു, അവൻ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ ഒരു പുരുഷനെ നിയമിച്ചു. ആ പുരുഷൻ ആരാണ്? യോഹന്നാൻ 5:22-27. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധിയുടെ അധികാരം അവന് നൽകി, യേശുവിന് നൽകി. ആ പുരുഷൻ ക്രിസ്തുവാണ്. ആ പുരുഷൻ ക്രിസ്തു യേശുവാണ്. എന്നിട്ട് പറയുന്നു, ഒരു പുരുഷനെ നിയമിച്ചിരിക്കുന്നു, ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നു. ന്യായവിധിക്ക്, ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കാൻ ഒരു ദിവസത്തെ നിയമിച്ചിരിക്കുന്നു. അതേ സ്നേഹിതരെ, യേശുവിന്റെ ന്യായം വിധി നീതിയുള്ള വിധിയായിരിക്കും. അവിടെ ആർക്കും തങ്ങളുടെ സാമർഥ്യം കൊണ്ട് രക്ഷപ്പെടാനാവില്ല. സകലത്തെയും ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. വേദപുസ്തകം വായിച്ചാൽ ന്യായവിധിയുടെ 3 തെളിവുകൾ പത്രോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങളിലുണ്ട്. പൂർവകാല ന്യായവിധി, പാപം ചെയ്ത ദൂതന്മാരുടെ ന്യായവിധി, പുരാതന ലോകത്ത് നോഹയുടെ കാലത്തെ ജനത്തിന്റെ പാപത്തെ ജലപ്രളയം കൊണ്ട് ന്യായം വിധിച്ച ദൈവം, സോദോം ഗോമോറ പട്ടണങ്ങളെ അധാർമികത കൊണ്ട് ന്യായം വിധിച്ച ദൈവം. ചരിത്രത്തിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ന്യായം വിധിക്കുന്ന ദൈവമുണ്ട്, നിശ്ചയം എന്ന് മനുഷ്യർ പറയും. അത് സത്യമാണ്. ഇന്നലകളിലെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വർത്തമാനകാലത്തിലെ ന്യായവിധി നടത്തുന്ന ദൈവമാണ്. ഭാവി കാലത്ത് ആത്യന്തികമായി വെളിപ്പെടാൻ പോകുന്ന ന്യായവിധിയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു സ്നേഹിത, ഇത് നിശ്ചയമാണ്. ഒരു ദൈവത്തെ മറന്ന് ജീവിക്കരുത്, പ്രമാണം മറന്ന് ജീവിക്കരുത്. ഈ ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അത് കൊടുത്തേ പറ്റൂ. കാരണം ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. നിശ്ചയം. ഇത് നിശ്ചയമാണ്. ഇത് നിശ്ചയമാണ്. അതുകൊണ്ട് എന്തു വേണം? റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ, ന്യായവിധിയുടെ മുമ്പിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിനക്ക് പ്രാഗൽഭ്യത്തോടെ ഒന്ന് നിൽക്കാൻ കഴിയുമോ? അതിന് കഴിയണമെങ്കിൽ ഇന്ന് ക്രിസ്തുയേശുവിൽ ജീവിതം സമർപ്പിക്കുക. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ഈ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. 1, നീതിമാന് പ്രതിഫലം ഉണ്ട്, നിശ്ചയം. 2, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നിശ്ചയം. ഇത് രണ്ടും നിശ്ചയമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സേവിക്കുന്നവന് പരമാർത്ഥമായി, വിശ്വസ്തമായി ദൈവത്തെ സേവിക്കാൻ അത് പ്രേരണ നൽകുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന നീതിമാന് പ്രതിഫലമുണ്ടെങ്കിൽ, അത് സത്യമാണെങ്കിൽ, അത് വചനം നമുക്ക് നൽകുന്ന നിശ്ചയമായൊരു ഉറപ്പാണെങ്കിൽ, നമുക്ക് ധൈര്യത്തോടെ ആ ദൈവത്തെ സേവിക്കാം. 100 കണക്കിന് ഭക്തന്മാരുടെ അനുഭവങ്ങൾ എടുത്തു വെച്ചത് തെളിയിക്കാൻ കഴിയും. ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നീതി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ന്യായവിധിക്കായി ഒരു ദിവസം നിയമിച്ചിരിക്കുന്നു, ഒരു പുരുഷനെ നിയമിച്ചിരിക്കുന്നു. എത്രയും വേഗം അത് സംഭവിക്കും. അതിനു മുമ്പ്
ക്രിസ്തുവേശുവിലൂടെ നിത്യശിക്ഷയിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ നിത്യരക്ഷയിലേക്ക്, നിത്യജീവനിലേക്ക് മോചനം പ്രാപിക്കാൻ എല്ലാ ശ്രോതാക്കൾക്കും ഇടവരട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ശ്രോതാക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിശ്ചയമായ വചനത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. നീതിമാന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. പരമാർത്ഥതയിൽ ജീവിക്കുന്നവനെ നന്മയ്ക്കായി രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിശ്ചയമാണെന്ന് വചനം ഞങ്ങൾക്ക് തരുന്ന ഉറപ്പിനായി സ്തോത്രം. എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും പരമാർത്ഥതയോടെ വിശ്വസ്തയോടെ അങ്ങയെ സേവിക്കാൻ കൃപ നൽകണമേ. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിശ്ചയമാകയാൽ വളരെ ഭയത്തോടും വിറയലോടുകൂടെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവപ്രമാണങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ എല്ലാവർക്കും കൃപ ചെയ്യണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഇനി ഞങ്ങൾ കാണും വരെ അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. അങ്ങയുടെ ഈ ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറക്കാതെ കാണുക. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 7 മണിക്ക്, എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 6:30 മണിക്ക് മലനാട് ചാനലിൽ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.